ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാം നമ്മളൊക്കെ കണ്ടതായിരുന്നു അല്ലേ? കുട്ടികൾ വളരെ കഴിഞ്ഞ വർഷങ്ങളിലെ നീറ്റ് എക്സാമൊക്കെയുമായി ബന്ധപ്പെട്ട് ആപേക്ഷികമായി നോക്കുന്ന സമയത്ത് കുറച്ച് ടഫസ്റ്റ് എക്സാമായി മാറുകയും കുറേ കുട്ടികൾക്ക് പ്രതീക്ഷിച്ച അത്ര തന്നെ മാർക്ക് ഉയർത്താനോ അല്ലെങ്കിൽ വേണ്ടത്ര ചില കുട്ടികളൊക്കെ ഇനീഷ്യലി പാനിക് ആവുകയും വേണ്ടത്ര തന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കുകയും വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ? യഥാർത്ഥത്തിൽ നീറ്റ് മാത്രമല്ല, കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ ഇപ്പോൾ സ്റ്റേറ്റ്സിൻ്റെ പോലും SLC എക്സാം വന്ന സമയത്തും അല്ലെങ്കിൽ തത്തുല്യമായി നമ്മുടെ +2 എക്സാം വന്ന സമയത്തും ഒക്കെ എക്സാമിൻ്റെ ഒരു ലെവൽ കൂടിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എസ്പെഷ്യലി നീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 650+ ഒക്കെ കട്ട് ഓഫായി വന്നിടത്തുനിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പെക്റ്റഡ് സ്കോർ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളെങ്കിൽ പോലും 520+ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സീറ്റ്, മെഡിക്കൽ MBBSനൊക്കെ ഒരു സീറ്റ് ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെങ്കിൽ 520+ മാർക്ക് വേണ്ടൊരു സാഹചര്യത്തിലാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പുതിയ കാലത്തോട് നമുക്ക് സംവദിക്കാൻ പര്യാപ്തമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എക്സാമുകളൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം റിപ്പീറ്റോ അല്ലെങ്കിൽ തുടർന്ന് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് റിപ്പീറ്റോ ചിലപ്പോഴൊക്കെ സൂപ്പർ റിപ്പീറ്റോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മക്കൾ വലിയ വലിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ IITകളിൽ എത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ NITകളിൽ എത്തുന്നുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായ വലിയ കലാലയങ്ങളിൽ ക്യാമ്പസുകളിൽ എത്താൻ വേണ്ടി പറ്റുന്നുണ്ട് എങ്കിൽ ഇന്ന് അതിനുള്ള അല്ലെങ്കിൽ അതിനുള്ള വഴി കുറച്ചും കൂടി മുന്നേ തന്നെ കാലക്കൂട്ടി തന്നെ നമ്മൾ തുടങ്ങിയിട്ടില്ല എങ്കിൽ വളരെ ദുഷ്കരമായിരിക്കും എന്നുള്ളതാണ്. ഇത്തരം എക്സാമുകൾ കുറച്ചും കൂടിയൊക്കെ ടഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ എക്സാമിൻ്റെ പാറ്റേണും ലെവലും അതിൻ്റെ ഒരു രീതിയൊക്കെ മാറിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം പണി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ്. +1 +2ൻ്റെ കൂടെ തന്നെ നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ JEEക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടി നേരത്തെ ഒരുങ്ങുക. അതായത് നമ്മൾ മുമ്പൊക്കെയുള്ള രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, +1 +2ലൊക്കെ നമ്മൾ കുറച്ച് അലസമായി പഠിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി കലോത്സവവും സ്പോർട്സും ആർട്സും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി ഒരു ആലസ്യത്തിൽ പഠിക്കുകയും പിന്നീട് കോമ്പറ്റിറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നീറ്റിനോ JEEക്കോ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു വേറൊരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസോ ന്യൂമറിക്കൽസിലേക്കോ ഒക്കെ വരുന്ന സമയത്ത് തീർത്തും ദുഷ്കരമാവാറുണ്ട്, കുറച്ച് പ്രയാസകരമാവാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറി കുട്ടിയെ കുറച്ചും കൂടി മുന്നേ ഓറിയൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണ് എൻ്റെ ഓഡിയൻസ് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ടവരൊക്കെയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് അടിവരയിട്ട് എനിക്ക് പറയാനുള്ളത്, കുട്ടി എങ്ങോട്ടാണ് പോവേണ്ടത് അല്ലെങ്കിൽ ഏത് കരിയറിലേക്കാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നേരത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാലകൂട്ടി മുന്നേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ കുറച്ചും കൂടിയൊക്കെ ഹയർ ഓർഡറിലുള്ള എക്സാംസ് അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുകയും കുറച്ചും കൂടിയൊക്കെ ലോജിക്കലി അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ന്യൂമറിക്കൽസൊക്കെ കാലകൂട്ടി തന്നെ കാണാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് നന്നായിട്ട് അവരുടെ എക്സാമിൽ പെർഫോം ചെയ്യാനും, ഞാൻ പറയുന്നത് +1 +2 കഴിഞ്ഞ് ഡയറക്റ്റ് എഴുതുന്ന ഒരു കുട്ടിക്ക് സാധാരണ നമ്മൾ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ സാധാരണ കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റോ റിപ്പീറ്റോ ഒക്കെ വരുന്ന സമയത്ത് കുട്ടികൾ കുറച്ചും കൂടി ടെൻസ്ഡ് ആവുകയും അല്ലെങ്കിൽ കാലം നിങ്ങൾക്കറിയാവുന്ന പോലെ 1, 2, 3 ഒക്കെ കൊല്ലം കഴിഞ്ഞ് അവർ എക്സാം ഹാളിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടിയൊക്കെ മെച്ചോർഡ് ആവുകയും കോൺക്രീറ്റ് ആവുകയും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനുമായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു രീതി പലപ്പോഴും കുറച്ചുകൂടി ടഫസ്റ്റ് സൈഡ്, കാരണം അവരുടെ വർഷങ്ങൾ അല്ലെങ്കിൽ ഫാമിലി, അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ എടുത്ത കോഴ്സുകൾ, ഇതിലൊക്കെ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നതായി കാണാൻ വേണ്ടി പറ്റും. എന്നാൽ +1 +2ൻ്റെ കൂടെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്ക് ഈസി ആയിട്ട് തന്നെ എക്സാം ഹാളിലേക്ക് പോയിട്ട് നല്ല സ്കോറോടുകൂടി വിജയിച്ച് വരാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. വളരെ ഫ്രീ ആയിട്ട്, കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരു ഇയറോ അല്ലെങ്കിൽ പിന്നെ സമയങ്ങളോ അല്ലെങ്കിൽ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളോ ഒന്നും നഷ്ടപ്പെടാനില്ല. +1 +2ന് പഠിക്കുന്നത് കുറച്ചും കൂടി അഗാധമായി, കുറച്ചുകൂടി സ്ട്രെങ്തനായി, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പഠിച്ചു എന്നുള്ളതിനപ്പുറം അവർക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എക്സാമിൻ്റെ ടഫ്നെസ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയൊരു രീതി ഇങ്ങനെ ആവുന്നതിനനുസരിച്ച് കുട്ടികൾ നേരത്തെ അവരുടെ എയിമിലേക്ക്, അവരുടെ ലക്ഷ്യത്തിലേക്ക്, അവരുടെ നീഡിലേക്കുള്ള പ്രിപ്പറേഷൻ നേരത്തെ തന്നെ തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു താല്പര്യം.